ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നലത്തെ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോയിലേക്ക് പോകാം. ഇന്നലെ ശരിക്കും എന്താണ് സംഭവിച്ചത്? പ്രേക്ഷകരുടെ ഒരു ആകാംക്ഷ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ ഒരു ആവശ്യം പോലെ ആയിരുന്നു ഇന്നലെ ലാലേട്ടൻ കണ്ടസ്റ്റൻസിനോട് സംസാരിച്ചത്. ഓക്കെ, പ്രേക്ഷകരെല്ലാം തീരുമാനിക്കുന്നത് ബിബിയാണ് തീരുമാനിക്കുന്നത്, അതാണ് ബിഗ് ബോസ്. പക്ഷേ എന്താണെങ്കിലും പ്രേക്ഷകർ ചോദിക്കാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണോ, അല്ലെങ്കിൽ ചോദിക്കേണ്ട പോലെയൊക്കെ തന്നെയാണോ ലാലേട്ടൻ ചോദിച്ചത്? നമുക്ക് എല്ലാവർക്കും അതിലൊരു അതൃപ്തി ഉണ്ടല്ലേ. അതൃപ്തി ഇല്ലാത്തവരും ഉണ്ടാവാം, പക്ഷേ മെജോറിറ്റിക്കും ഒരു അതൃപ്തിയാണ് തോന്നിയിരിക്കുന്നത്. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എനിക്ക് തോന്നിയൊരു കാര്യമാണ്. എല്ലാവരും ഇപ്പം നമ്മൾ കാണുമ്പം ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ആ അനുമോൾ ജിസേൽ വിഷയത്തിൽ ലാലേട്ടൻ ശരിക്കും എന്താ പറയുക കൈകാര്യം ചെയ്യേണ്ട രീതിയിലല്ല ചെയ്ത്, അങ്ങനെ നമുക്ക് തോന്നും. പക്ഷേ അനുവിനെ കുറച്ച് കൂടുതൽ എന്താ പറയുക കണ്ടസ്റ്റൻസിന് മുമ്പിൽ എക്സ്പോസ് ചെയ്ത് അനുവിൻ്റെ ആ മൊണ്ണ പ്രയോഗങ്ങൾ ആ സംസാരമൊക്കെ കാണിച്ച് അങ്ങനെ ഒരു രീതിയിൽ അനുവിനെയാണ് കുറച്ച് കൂടുതൽ റോസ്റ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്ന്. ജിസേലിന് കാര്യങ്ങൾ ഇത്രയും വലിയ റൂൾ ബ്രേക്കിങ്ങും അനു CID ആയിട്ട് കണ്ടുപിടിച്ചു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും അന്ന് അതിനനുസരിച്ചുള്ള ഒരു വാർണിങ്ങോ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളോ ഒന്നും ചെയ്തില്ല. ലാലേട്ടൻ ഒരു മയത്തിൽ ഞങ്ങൾക്ക് നടപടി എടുക്കേണ്ടി വരും, ആ ഒരു രീതിയിൽ പോയതായിട്ടാണ്. അപ്പോൾ ഇത് എന്താണെന്ന് ശരിക്കും പറഞ്ഞാൽ അതൊരു ശരിയല്ലാത്ത രീതിയിൽ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അവിടെ ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിലും അനുവിനത് ഗുണമേ ചെയ്യുള്ളൂ. ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷക സപ്പോർട്ട് അനുവിന് കൂടുതൽ കിട്ടും. അതുമാത്രമല്ല, കണ്ടസ്റ്റൻസിന് മുമ്പിൽ അനു പറഞ്ഞ ഈ കാര്യങ്ങൾ കാണിക്കുന്നു. മൊണ്ണ എന്ന് അവിടെയുള്ള ജിസലിൻ്റെ പുറകെ പോകുന്ന ആണുങ്ങളെല്ലാം അനു പറഞ്ഞതായിട്ട് കാണിക്കുമ്പം എന്നിട്ട് അതിന് ശേഷം അനുവിനെ എന്നാൽ അങ്ങനെ മൊണ്ണെന്ന് വിളിക്കാൻ പാടില്ല അങ്ങനെയൊന്നും പറഞ്ഞ് ഫയർ ചെയ്യുന്നുമില്ല. അപ്പോൾ അതിൽ നിന്ന് നമ്മളെന്താ ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് ഉദ്ദേശിച്ചതും അനു ഈ പറഞ്ഞ കാര്യം തന്നെ ഞങ്ങളെ കൊണ്ടും പറയിപ്പിക്കരുത്, അല്ലെങ്കിൽ പ്രേക്ഷകർ അത് തന്നെ നിങ്ങളെ കൊണ്ട് പറയും, അതുകൊണ്ട് ഒന്ന് സൂക്ഷിച്ചോ എന്നൊരു ഹിൻറ്റ് അവർക്ക് കൊടുത്തായിട്ടല്ലേ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അത് പ്രത്യക്ഷത്തിൽ അവർക്ക് അനു നമ്മളെക്കുറിച്ച് കുറ്റം പറയുന്ന അല്ലെങ്കിൽ നമ്മളെ അങ്ങനെ വിളിച്ചു അവർക്കൊരു ദേഷ്യം അല്ലെങ്കിൽ അതവിടെ ഉണ്ടാകുകയും ചെയ്യും. വേണമെങ്കിൽ അവർക്ക് ഇങ്ങനെയൊക്കെ കണ്ടസ്റ്റൻ്റ് സംസാരിച്ചു, പ്രേക്ഷകർ ഇങ്ങനെയൊക്കെ നമ്മളെക്കുറിച്ച് വിചാരിക്കാൻ സാധ്യതയുണ്ടെന്ന് വിചാരിച്ച് വേണമെങ്കിൽ ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറിപ്പോകേണ്ടവർക്ക് മാറാനും സാധിക്കും. അങ്ങനെ ഒരു വശവും കൂടെ ഉണ്ട് ഇന്നലെ കാണിച്ചത്. അത് തന്നെയല്ല, അനുവിനത് പോസിറ്റീവായിട്ട് തന്നെ വരുള്ളൂ. പിന്നെ അനു CID ആയിട്ട് അനുവിനെ ലാലേട്ടനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഉദ്ദേശിച്ച പോലെ ജിസേലിനെ ഫയർ ചെയ്യുകയോ അല്ലെങ്കിൽ റൂൾ ബ്രേക്കിനെ കുറിച്ച് അത്ര സ്ട്രിക്റ്റായിട്ട് കാര്യങ്ങൾ പറയുകയോ വാൺ ചെയ്യുകയോ ഒന്നും ചെയ്യില്ല എന്ന് തോന്നിയാലും ശരിക്കും പറഞ്ഞാൽ അനുവിന് തന്നെ അവിടെ സപ്പോർട്ട് കിട്ടിയതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് എല്ലാവരുടെയും വിഷയം വേറെ ആയിരിക്കും, എൻ്റെ ഒരു ചിന്ത പോയത് അങ്ങനെയാണ് കേട്ടോ. അനുവിനത് പോസിറ്റീവായിട്ടേ വരുള്ളൂ. അത് തന്നെയല്ല, അനു പറഞ്ഞ കാര്യത്തിലൂടെ തന്നെ അവരെ അതൊന്നും ഓർമ്മിക്കുക അല്ലെങ്കിൽ അതങ്ങനെ ഒരു ചിന്ത അവർക്ക് ഉണ്ടാവാൻ വേണ്ടി ഇടവരുവാണെങ്കിൽ നല്ലതാണല്ലേ എന്നുള്ള ഇതായിരിക്കും കൊണ്ടുവന്നിരിക്കും. പിന്നെ വേറൊരു കാര്യം, ജിസൽ ഈ കാര്യങ്ങളെല്ലാം സംഭവിക്കുന്ന സമയത്ത് ജിസലിൻ്റെ മുഖം കണ്ടോ, അനുവിനെ കടിച്ചു കീറാനുള്ള ദേഷ്യമുണ്ടെന്ന്. അപ്പം അവരുടെ ആ യുദ്ധം ഒറ്റയടിക്കങ്ങ് നിർത്താതെ ചെറിയ രീതിയിൽ തുടർന്ന് പോയിട്ട് അവിടെ ഒരു ഗെയിം ഓപ്പറേറ്റ് ചെയ്യാനും ബിഗ് ബോസ് ഒരു പക്ഷേ ആഗ്രഹിക്കുന്നുണ്ടാവും. പിന്നെ അവിടെ വേറൊരു എന്ന് പറഞ്ഞാൽ അതിശയകമായുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നല്ല ഗെയിമർ അല്ലെങ്കിൽ നല്ല കണ്ടസ്റ്റൻസിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയുള്ളതിൽ കുറേ പേര് ജിസേലിനാണ് കൂടുതൽ പേര് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച ബിബിയുടെ നിയമങ്ങൾ ലംഘിച്ച് റൂൾ ബ്രേക്കിംഗ് ഒക്കെ ചെയ്ത് ബിബി പല പ്രാവശ്യം വാൺ ചെയ്ത് അങ്ങനെയൊക്കെ ഉള്ളൊരു വ്യക്തിയെ ആണ് കുറേ പേര് നല്ല ഗെയിമറായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അത് ഒരു ഇപ്പോഴും അവർക്ക് അതിൻ്റെ ഒരു സീരിയസ്നെസ് അവർക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളത്. അവിടെ അനുമോള് ആദില നൂറ കലാഭവൻ സരികൊക്കെ അനീഷിനെയാണ് തിരഞ്ഞെടുത്തത്. ഷാനവാസ് നല്ല ഗുഡ് ഗെയിമർ എന്നാണ് പറഞ്ഞത്. പിന്നെ കുറേ പേര് അപ്പാനി ശരത്തിന്, അത് ശരിക്കും ഗ്രൂപ്പിസം മാത്രമാണ് അവിടെ. ശരത്തിനെ ഭയങ്കര നല്ല ഗെയിമറായിട്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതെന്തെങ്കിലും ആകട്ടെ. പിന്നെ നാളത്തെ പ്രമോയിൽ ഒരു കാര്യം ശ്രദ്ധിച്ചോ,
അതിനു മുമ്പ് എനിക്ക് വേറൊരു കാര്യം പറയണ്ടേ. നമ്മുടെ അനീഷിൻ്റെ ഗെയിമിനെ കുറിച്ച് ബീബി പറഞ്ഞത് എന്തായാലും നന്നായില്ലേ. അപ്പോൾ അനീഷ് നല്ല ഗെയിമറൊക്കെയാണ്. പക്ഷേ അനീഷിൻ്റെ ആ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള സംസാരം, പിന്നെ ആ റാങ്കിങ് ടാസ്കിലൊക്കെ അനീഷ് ചെയ്ത കുറച്ച് ഓവറായിട്ടുള്ള കാര്യങ്ങൾ, അത് നമുക്ക് പ്രേക്ഷകർക്ക് പോലും അനീഷിനെ ഇഷ്ടപ്പെടുന്നവർക്ക് പോലും അതൊരു ബുദ്ധിമുട്ടിലേക്കായിട്ടുണ്ട്. അങ്ങനെ ഒരു ഇറിറ്റേഷൻ ഉണ്ടാകുന്നൊരു ഇതായിരുന്നു. അപ്പോൾ അത് കാണിച്ചു കൊടുത്ത് അതൊരു നല്ല ഗെയിം അല്ല എന്ന് ബീബി ഒരു അനീഷിനൊരു ഹിൻറ്റ് കൊടുത്തിട്ടുണ്ട്. അനീഷ് അത് മനസ്സിലാക്കി മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ മുമ്പോട്ട് പ്രേക്ഷക സപ്പോർട്ട് കൂടി പോകാൻ സാധിക്കും. അല്ലെങ്കിൽ ഇതേപോലെ തന്നെ തുടരുകയാണെങ്കിൽ ഒരു അത്രയൊരു കണക്ഷനും കിട്ടില്ല പ്രേക്ഷകരുമായിട്ട്. പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നാളത്തെ പ്രൊമോയിൽ ഒരാളും കൂടെ ഔട്ടാകുന്നതായിട്ട് ലാലേട്ടൻ പറയുന്നുണ്ട്. പക്ഷെ അവിടെ നിങ്ങളാരെങ്കിലും ശ്രദ്ധിച്ചോ, ലാലേട്ടൻ ആ പ്രൊമോയുടെ അവസാനം പറയുന്നത് എന്താണ്? എന്നോടൊന്നും തോന്നരുത്, ഇതാണ് ഞങ്ങളുടെ തീരുമാനം, അങ്ങനെയാണ് പറഞ്ഞത്. അത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയത് എന്താ പറയുക, ഇനി നാളെ ലാലേട്ടൻ എങ്ങാനും റൂൾ ബ്രേക്കിങ്ങിൻ്റെ പേരിൽ 1 പ്രാവശ്യമല്ലല്ലോ, 2 പ്രാവശ്യമല്ല, 3 പ്രാവശ്യമല്ല, 4 പ്രാവശ്യം വാണിംഗ് കൊടുത്തു. അപ്പോൾ ആ റീസണിൽ ജിസലിനെ പുറത്താക്കുകയാണോ? എനിക്കങ്ങനെ തോന്നിയതാണ് കേട്ടോ. നാളെ ഇനി അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ നിങ്ങൾ എന്നെ ഒന്നും പറയല്ലേ. എൻ്റെ ഒരു തോന്നൽ ഞാൻ ഷെയർ ചെയ്തു തന്നേ ഉള്ളൂ. അങ്ങനെയൊന്നും അല്ലായിരിക്കും. അങ്ങനെയുള്ള സർപ്രൈസുകളൊക്കെ മലയാളം ബിഗ് ബോസിൽ സംഭവിക്കുമോ അറിഞ്ഞുകൂടാ. പക്ഷേ എനിക്കങ്ങനെ ജിസൽ പുറത്ത് പോകണമെന്നൊന്നുമില്ല കേട്ടോ, ജിസലിനെ പുറത്താക്കണമെന്നൊന്നുമില്ല. പക്ഷേ ജിസൽ ചെയ്തത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. കാരണം ബീബിയെ ഒരു തരത്തിലും വകവയ്ക്കാത്ത രീതിയിൽ ലാലേട്ടൻ വന്ന് പറഞ്ഞു, പെട്ടി പാക്ക് ചെയ്ത് നാട്ടിലേക്ക് അയച്ചു. ബിഗ് ബോസ് നിർത്തിവെച്ച് ബീബി പ്രതിഷേധിച്ചു. അങ്ങനെയൊക്കെ വന്നിട്ടും അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പം ഒരു നടപടി എടുക്കുക എന്നുള്ളതും ബീബിയുടെ പ്രേക്ഷകർക്കും പ്രേക്ഷകരിൽ പലരും പ്രേക്ഷകരുടെ ഡിമാൻഡും അത് തന്നെയാണെന്ന് ബീബിക്ക് അറിയാം. അപ്പം ജിസൽ നല്ലൊരു ഈ ഒരു കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചാൽ ജിസൽ നല്ല ഗെയിമറാണ്, നന്നായിട്ട് കളിക്കാൻ കാലിബറുള്ള ഗെയിമറാണ്, എല്ലാം ഓക്കെയാണ്. പക്ഷേ ജിസൽ കഴിഞ്ഞ ആഴ്ച ഹൗസിൽ ചെയ്ത് കൂട്ടിയ കാര്യങ്ങളെല്ലാം ഒരു തരത്തിൽ ന്യായീകരിക്കാൻ സാധിക്കില്ല. എന്തായാലും ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ പറയണേ. നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.